നമസ്കാരം. കേരളം കണ്ട ഏറ്റവും പ്രമാദമായ അഴിമതികളിൽ ഒന്നായിരുന്നു CMRL എക്സാലോജിക് മാസപ്പടി വിവാദം. ഈ മാസപ്പടി വിവാദം ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ കോടതിയുടെ മുമ്പിലെയും എല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത്, ജനശ്രദ്ധ ആകർഷിച്ചത് BJPയുടെ യുവ നേതാവായ, അടുത്ത കാലത്ത് മാത്രം BJPയിലെത്തിയ ഷോൺ ജോർജ് ആയിരുന്നു. അതായത് മുൻ ജനശക്തി നേതാവായിരുന്ന PC ജോർജിന്റെ, ഇപ്പോഴത്തെ BJP നേതാവായ PC ജോർജിന്റെ മകൻ, BJPയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവ് കൂടിയായ ഷോൺ ജോർജാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നത്. CMRL എക്സാലോജിക്ക് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വീണ വിജയനെതിരെ അന്വേഷണം നടക്കുമ്പോൾ ആ കേസിൽ തന്നെ കൂടി കേൾക്കണം, തന്നെ കൂടി കക്ഷിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് സീരിയസ് ബോർഡ് അന്വേഷിക്കുന്ന കേസിൽ കക്ഷിയാകുകയുണ്ടായി. മാത്രമല്ല CMRLലും KSIDCയിലും എല്ലാം ഓഹരി പങ്കാളിത്തം എടുത്തുകൊണ്ട് വ്യക്തിപരമായി തനിക്ക് കൂടി CMRL എക്സാലോജിക്ക് കേസിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി ഷോൺ ജോർജ് കോടതിയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ കേസിന്റെ അഴിമതി ആരോപണം പുറത്തു വന്ന് അന്ന് മുതൽ തന്നെ ഷോൺ ജോർജ് കേസിന് പുറകെയുണ്ട്. എന്നാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം BJPയുടെ കേന്ദ്ര നേതാക്കളോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളോ നാളിതുവരെയും ഈ ഷോൺ ജോർജ് ഉന്നയിച്ചു കൊണ്ടുവന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കമ എന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. ഇന്നലെ വി മുരളീധരൻ, BJPയുടെ മുൻ കേന്ദ്ര ഡെപ്യൂട്ടി മന്ത്രിയായിരുന്ന വി മുരളീധരൻ ഒരു പത്രപ്രസ്താവന നടത്തിയതൊഴികെ BJPയിൽ നിന്ന് ആരും തന്നെ പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ വീണ വിജയനെതിരെയോ നടക്കുന്ന ഈ അന്വേഷണത്തെക്കുറിച്ച്, ED അന്വേഷണത്തെക്കുറിച്ച് യാതൊന്നും കാര്യമായി സംസാരിക്കുന്നില്ല എന്നുള്ളതും ദുരൂഹം തന്നെയാണ്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയനെതിരെ ബേക്കറി മുക്കിൽ ED പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ, വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ റെയ്ഡ് നടക്കുമ്പോൾ പുറത്ത് CPMന്റെ വൻ പ്രതിഷേധം ഉണ്ടാകുന്നു. CPMകാർ ED റെയ്ഡ് കഴിഞ്ഞ് പോകുമ്പോൾ EDയെ ഉപദ്രവിക്കുന്നു. അവർ സഞ്ചരിച്ചിരുന്ന കാർ തല്ലിപ്പൊളിക്കുന്നു. ആ കാറിന് ചില്ല് തകർന്ന് ഒരു ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റുന്നു. അങ്ങനെ വലിയ ഒരു പ്രമാദമായ അന്തരീക്ഷം അവിടെ സംജാതമാകുമ്പോഴും പോലീസ് എത്തി പിന്നെ അവിടെ തടിച്ചുകൂടിയ EDക്കെതിരെ ആക്രമണം നടത്തിയ 26 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അതിലൊരാൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഗീതാകുമാരിയുടെ ചില നടപടിക്രമങ്ങൾ മൂലം ജാമ്യം കിട്ടുന്നു. അയാൾ വിദേശത്തേക്ക് കടക്കുന്നു. ഇപ്പോഴും 25 പേർ ആ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നു. ഇവർക്ക് ജയിലിൽ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ ED മറ്റൊരു കേസ് കൂടി കൊടുത്തിരിക്കുന്നു. അതായത് തങ്ങളെ ഉപദ്രവിച്ച കേസിൽ തങ്ങൾക്ക് മാനസികമായും ശാരീരികമായും പീഡനമേൽക്കേണ്ടി വന്ന കേസിൽ 1 കോടി രൂപ വെച്ച് ഈ ജയിലിൽ കിടക്കുന്ന 25 പേരും നൽകണം. അതായത് 7 പേര് ED ഉദ്യോഗസ്ഥന്മാരാണ് റെയ്ഡിനെത്തിയത്. ഈ 7 പേർക്കും ഓരോ കോടി രൂപ വീതം വെച്ച് നോക്കുമ്പോൾ 7 കോടി രൂപ ഈ EDയെ ഉപദ്രവിച്ച 25 പേർ ഇപ്പൊ അറസ്റ്റിലെ കഴിയുന്ന ആളുകൾ നൽകണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ 7 കോടി രൂപ കൊടുത്ത് പുറത്തിറങ്ങാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും EDയുടെ അന്വേഷണത്തെക്കുറിച്ചോ വീണ വിജയന്റെ അഴിമതി കേസിനെ കുറിച്ചോ പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ നടത്തിയ ഈ സാമ്പത്തിക തിരിമറികളെ കുറിച്ചോ കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ചോ കോൺഗ്രസും കാര്യമായി ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അതിനവർ കണ്ടെത്തുന്ന ന്യായീകരണം EDയുടെ അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ തങ്ങളല്ല, ആളല്ല. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി, അതായത് കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ EDയുടെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ED കേരളത്തിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണത്തോട് കോൺഗ്രസ് വലിയ അനുഭാവം പ്രകടിപ്പിക്കാത്തത്. കാരണം EDയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ ആ EDയുടെ അന്വേഷണം കേരളത്തിൽ നടക്കുന്നത് നീതിയുക്തമാണ്, ന്യായയുക്തമാണ് എന്ന് പറയാൻ കോൺഗ്രസിനാകുന്നില്ല. മാത്രമല്ല കോൺഗ്രസും CPMും എല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതിനാൽ തീർച്ചയായും അവർ കേരളത്തിൽ മാത്രമാണ് അവർ തമ്മിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളുള്ളത്, എതിർപ്പുള്ളത്. കേന്ദ്രത്തിൽ BJPയെ നേരിടുന്ന കാര്യത്തിൽ CPMും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇവിടെ CPMനെതിരെ ED നടത്തുന്ന അന്വേഷണത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ കോൺഗ്രസിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ BJPയിൽ നിന്നും ഷോൺ ജോർജ് മാത്രമാണ് ഈ കേസുമായി മുന്നോട്ട് പോയിട്ടുള്ളത് പലപ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. മറ്റ് BJP നേതാക്കളോ അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന നേതാക്കളോ ആരും തന്നെ ഈ വിഷയവുമായി പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ
ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളിലും കെ സുരേന്ദ്രൻ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെതിരെ ചില തെളിവുകൾ ഉണ്ടെന്ന് ഉള്ള കാരണത്താൽ ആ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും മകൾക്കെതിരെ നടക്കുന്ന ED കേസിലുമെല്ലാം കെ സുരേന്ദ്രന്റെ വായടപ്പിക്കുകയായിരുന്നു എന്നാണ് ചില രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് CMRL കർത്ത കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരടക്കം പത്രപ്രവർത്തകരടക്കം എന്തിന് CMRL പഠിക്ക് ഗേറ്റിൽ പെട്ടിക്കട നടത്തുന്ന ആളുകൾക്കടക്കം മുതിർന്നതും മുതിരാത്തതുമായ വലുതും ചെറുതുമായ പല രാഷ്ട്രീയ നേതാക്കൾക്കും CMRL കർത്ത ഏതാണ്ട് 188 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ കർത്ത CMRL കണക്ക് പുസ്തകത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നു. ഇതും EDയുടെ കൈവശമുണ്ട്. ആ കേസിലും അന്വേഷണം നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നോ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾ കർത്തയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിലും സമാനമായ അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ പിണറായി വിജയനും മകൾക്കുമെതിരെ നടക്കുന്ന കേസിൽ ആരും കാര്യമായി പ്രതികരിക്കുന്നില്ല. കാരണം നാളെ ഈ കാശ് വാങ്ങിച്ച്, അതായത് കർത്തയുടെ കയ്യിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾ പലരും കക്ഷി രാഷ്ട്രീയ ഭേദം നോക്കാതെ കാശ് വാങ്ങിയിട്ടുണ്ട്, കൊടിയുടെ നിറം നോക്കാതെ കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു അന്വേഷണം നീണ്ടുവരുമ്പോൾ തങ്ങളും ആ കേസിൽ പെടും എന്നുള്ള ഭീതി കൊണ്ടാണ് പലരും ഇപ്പോൾ ഈ പിണറായി വിജയനെയും മകൾക്കെതിരെയും നടക്കുന്ന ED കേസിൽ കമ എന്ന് മിണ്ടാത്തത് എന്നുള്ളതാണ് പുറത്തു വരുന്ന മറ്റൊരു കാര്യം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഈ കേസിൽ താൻ പറയുന്നത് വീണ വിജയനല്ല യഥാർത്ഥ പ്രതി, പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയന് ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് താൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ കക്ഷി ചേർന്നതും ഇത്തരം കേസുമായി മുന്നോട്ട് പോയതും എന്ന് ഷോൺ ജോർജ് വീണ്ടും ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. വീണ വിജയൻ ഒരു കരു മാത്രമാണ്. ആ കരുവിലൂടെ പിണറായി വിജയനിലേക്ക് എത്തുക എന്ന് തന്നെയാണ് EDയുടെ ലക്ഷ്യം. അത് നടന്നിരിക്കും. തന്റെ കേസിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. പറഞ്ഞു കേൾക്കുന്നത് പോലെ 2,87,00,000 രൂപയുടെ ഇടപാടല്ല നടന്നിരിക്കുന്നത്. ഏതാണ്ട് 1,600 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു എന്ന് പറയപ്പെടുമ്പോൾ പിണറായി വിജയന്റെ മകൻ ജോലി ചെയ്യുന്ന അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്കും അതുപോലെ വിദേശത്തുള്ള മറ്റു പല ബാങ്കുകളിലേക്കുമാണ് CMRL നിന്ന് പിണറായി വിജയൻ വാങ്ങിയ കോടികൾ കടത്തിയിരിക്കുന്നത്. അതിനാണ് സാധ്യത എന്നുകൂടി ഷോൺ ജോർജ് വ്യക്തമാക്കുമ്പോൾ വിദേശ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും പുറമെയുള്ള ബാങ്കുകളിൽ അത്തരത്തിലുള്ള അന്വേഷണം നടത്തേണ്ടത് കൂടിയുണ്ട്. ഈ കേസിന്റെ പരിപൂർണമായ അഴിമതി പുറത്തു വരണം എന്നുണ്ടെങ്കിൽ NIAയോ അല്ലെങ്കിൽ CBIയോ അന്വേഷിക്കേണ്ടതായി വരും എന്നുകൂടിയാണ് മാത്യു കുഴൽനാടനും ഷോൺ ജോർജും തുറന്നു പറയുന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും, ആരാണ് അറസ്റ്റിലാകാൻ പോവുക, അത് ആദ്യം പിണറായിയാണോ അല്ലെങ്കിൽ വീണ വിജയനാണോ എന്നുള്ളത് കണ്ടറിയാം. അതോ ഇനി ഇത് മാധ്യമങ്ങളുടെ പ്രഹസനം മാത്രമായി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണ് എന്ന രീതിയിൽ ഇത് അന്വേഷണം അവസാനിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.